നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട സെഷനാണ്. എല്ലാവരും ചെയർ തന്നെ വന്നിരിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിദ്യാർത്ഥി പ്രപഞ്ചത്തിലൊരു തുറന്ന ചർച്ച, അതാണ് നമ്മൾ ഈ സെഷനിട്ട പേര്. എങ്ങനെയുണ്ട്? വിദ്യാർത്ഥി പ്രപഞ്ചത്തിലൊരു തുറന്ന ചർച്ച. അത് ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഇസ്ലാമികപരമായ വിഷയങ്ങളിലും ഇസ്ലാമിക ചായ്വുള്ള ഒരുപാട് വിഷയങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതെല്ലാം ദൂരീകരിക്കാവുന്ന, നിങ്ങൾക്ക് തന്നെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ച് നമ്മളോട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാവുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിരിക്കും ഇത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വലിച്ചു നീട്ടാതെ തുടങ്ങുകയാണ്. ആദ്യം ഇത് മുഹമ്മദ് അമീർ, മൂപ്പര് വയനാട്ടിലെ വൈസിൽ പ്രിൻസിപ്പളാണ്. അദ്ദേഹമായിരിക്കും ഫസ്റ്റ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദ്യോത്തര സെഷനിലേക്ക് കടക്കും. ഇൻഷാ അല്ലാഹ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് അമീർക്കെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നിങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങളൊരു കുട്ടിക്കാലം കഴിഞ്ഞ് ഒരു ടീനേജ് ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്, ഒരു അഡോളസൻസ് ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ പിന്നെ ഉണ്ടാകുന്ന ചില സംഗതികളെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്കൊരു ചർച്ചയിലേക്ക് കിടക്കാം. അപ്പോൾ ടീനേജ് എന്ന് പറയുമ്പോൾ ടീനേജേഴ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ടീനേജേഴ്സിന് ഉണ്ടാവുന്ന ചില സവിശേഷതകൾ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഗതികളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പ്രായത്തിൽ നമുക്ക് കുറച്ച് ദേഷ്യം കൂടും. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തു നിന്ന് നമ്മൾ കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാവും, നമ്മളുടെ മനസ്സിന് കുറേ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട സംഗതികളാണ്, നമുക്ക് വാശി കൂടും, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ദേഷ്യം കൂടും. പിന്നെ നമ്മളെ ചുറ്റുമായി ഇടപഴകുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ദേഷ്യം കൂടുതലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും, പേടി കുറവായിരിക്കും, ഉപദേശം തീരെ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില സംഗതികൾ ഈ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇതിൽ നമ്മളുടെ ഒരു ബ്രെയിന് ഈ സമയത്ത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ടീനേജ് ബ്രെയിനിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം അത് വളരെ ലേറ്റായിട്ടേ ഡെവലപ്പ് ആകുള്ളൂ. അഥവാ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് വളരുന്നത്, അത് പൂർണ്ണ വളർച്ചയിലെത്തുന്നത് 25 വയസ്സോട് കൂടിയാണ്. അതിൽ അവസാനം വളരുന്ന ഭാഗം ഈ ഫ്രണ്ട് ഭാഗമാണ്, നമ്മളുടെ നെറ്റിൻ്റെ അകത്തുള്ള ഈ ഭാഗമാണ് അവസാനം വളരുന്നത്. ഈ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യപ്രാപ്തി ഈ പ്രായത്തിൽ നമുക്ക് ആയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാവുന്നതും നമ്മൾ പലപ്പോഴും അപകടങ്ങളിൽ പെന്ന് ചാടുന്നതും എല്ലാം നമ്മളുടെ ഈ ഫ്രണ്ടൽ ബ്രെയിന് പൂർണ്ണമായി വളർച്ചയിലെത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഉപ്പ, ഉമ്മ, അധ്യാപകരൊക്കെ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വയം എന്തെങ്കിലും തീരുമാനിച്ചാൽ നമ്മളെ ഉപ്പയെയോ ഉമ്മയെയോ അധ്യാപകരെയോ ഒക്കെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഫ്രണ്ട് ബ്രെയിന് പൂർണ്ണമായിട്ടും വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിയർ പ്രഷർ എന്ന് പറയും. അഥവാ നമ്മളുടെ കൂട്ടുകാരുടെ, ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്ന് ചില പ്രഷർ നമുക്കുണ്ടാവും. ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ പ്രായത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും സിഗരറ്റ് വലിക്കാനുള്ള പ്രഷറൊക്കെ വരിക. ഇപ്പോൾ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ, കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു പോണോഗ്രഫി, അശ്ലീല വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരുത്തൻ സ്ഥിരമായി മറ്റ് സിനിമകൾക്ക് പോകുന്നുണ്ടെങ്കിൽ, അവൻ നമുക്കും അതേപോലെ പോകാനുള്ള ഒരു പ്രഷർ നമ്മുടെ മേലുണ്ടാവും. അങ്ങനെയാണ് കുട്ടികൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു തുടങ്ങുന്നത്, പോണോഗ്രഫി കണ്ടു തുടങ്ങുന്നതെല്ലാം ഈ പിയർ പ്രഷർ കൊണ്ടാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് ഈ സമയത്ത്
പിയർ പ്രഷർ. നമ്മൾ വീട്ടിൽ നിന്ന് നല്ല രൂപത്തിൽ ഹിജാബൊക്കെ ധരിച്ചിട്ടായിരിക്കും സ്കൂളുകളിലേക്ക് ക്യാമ്പസുകളിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മളുടെ ഒരു സർക്കിളിൽ ചിലപ്പോൾ ഹിജാബിനോടൊന്നും അത്ര നല്ല താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവില്ല. അതുപോലെ ഡ്രസ്സിങ്ങിൽ കുറച്ചും കൂടി ഫാഷനബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. സ്വാഭാവികമായിട്ടും അവരങ്ങനെ നമ്മളുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മൾക്കും അതിൻ്റെ ഒരു പ്രഷർ വരും. ആ പ്രഷർ വരുമ്പോൾ നമ്മളും നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റാൻ തുടങ്ങും. കുറച്ചും കൂടി ഫാഷനബിളായ ഗ്ലാമറസ് ആയ വസ്ത്രങ്ങളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഈ പിയർ പ്രഷർ എന്നുള്ളത് ഈ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈഗോ സെൻട്രിസം എന്ന് പറയും. ഈഗോ സെൻട്രിസം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രായത്തിൽ കുറച്ച് കാലം നമുക്ക് ഈ ടീനേജ് പ്രായത്തിൽ ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാവും. ഈ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക നമ്മളുടെ ചുറ്റുമാണ് ഈ യൂണിവേഴ്സ് കറങ്ങുന്നത്, ഈ പ്രപഞ്ചം കറങ്ങുന്നത്, ഞാനാണ് ഈ ഭൂമിൻ്റെ നടുവിൽ യൂണിവേഴ്സിൻ്റെ സെൻറ്ററായിട്ട് ഇരിക്കണേ, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ ഈ പ്രായത്തിൽ കുറച്ച് കാലം നമുക്കുണ്ടാവും. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന്, നമ്മളൊരു ഇമാജിനറി ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മളൊരു ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കും എല്ലാവരും എന്നെയാണ് നോക്കുന്നത്, എല്ലാവരും എന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് രൂപത്തിൽ എഫക്റ്റ് ചെയ്യും. ഒന്ന്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വല്ലാത്ത മടിയായിരിക്കും. കാരണം ആളുകൾ എന്ത് വിചാരിക്കും, അവരെന്നെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മുഖത്തൊരു പിമ്പിൾ, ഒരു കുരു ഉണ്ടെങ്കിൽ അത് പിന്നെ സ്കൂളിലേക്ക് പോയാൽ നമ്മൾ വിചാരിക്കുക എല്ലാവരും എൻ്റെ മുഖത്തുള്ള കുരുവിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും അതിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, ഉള്ളുവലിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതേപോലെ ഇതിൻ്റെ വേറൊരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആളുകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം ഞാൻ കുറച്ച് ഷൈൻ ചെയ്യാനുള്ളൊരു അവസരമായിട്ട് അതിനെ കാണും. ഞാൻ ചില പ്രത്യേക മോഡലിൽ വസ്ത്രം ധരിച്ച് പോയാൽ ആളുകളെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അവരെ മുമ്പിൽ വല്ലാതെ ഷൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിനായിട്ട് മാറുകയാണ്. എന്നെ അനുകരിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഡ്രസ്സ് ധരിച്ച പോലെ, എൻ്റെ ഹെയർ സ്റ്റൈൽ പോലെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഇതും ഈഗോ സെൻട്രീസാണ്. ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ക്യാമ്പസിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ആൺകുട്ടികൾ പലരും ഈ ഫ്രണ്ടിലെ ബട്ടൺസ് ഇടൂല, ഏറ്റവും മുകളിലെ ബട്ടൺസ് ഇടൂല. എന്ത് ചോദിച്ചാലും പറയും ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോൾ തണുപ്പ് കാലത്തും അങ്ങനെയാണ്. ഇനി പിന്നെ ചൂട് എന്നുള്ളത് ഇനിയിപ്പോൾ വയനാട്ടിലെ സ്കൂളിലാണെങ്കിലും വയനാട്ടിൽ ചൂടൊന്നും ഉണ്ടാവാറില്ല, അവിടെ ഇത് അയച്ചിടും, അപ്പോഴും പറയും ചൂടാണ്, അല്ലെങ്കിൽ പറയും ഡ്രസ്സ് ഭയങ്കര ടൈറ്റാണ്. അതൊന്നുമല്ല സംഗതി ഈഗോ സെൻട്രീസാണ്. ഈഗോ സെൻട്രീസ് എന്ന് വെച്ചാൽ ഇതന്നെയാണ്, ഞാൻ ഡ്രസ്സ് അയച്ചിടുമ്പോൾ ഞാൻ എന്തോ കുറച്ച് സംഭവമാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ കാണുന്ന മോഡൽസ്, സെലിബ്രിറ്റീസ്, സിനിമാ നടന്മാരെല്ലാവരും അതിൽ നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഭയങ്കര ഹീറോ പരിവേഷമുള്ള ആളുകളെല്ലാം അവരൊന്നും ഫ്രണ്ട് ബട്ടൺ ഇടാറില്ല. അപ്പം ഞാൻ ഫ്രണ്ടിലെ ബട്ടൺ അഴിച്ച് വെച്ചാൽ ഞാനും അവരെ പോലെയാണ് എന്നുള്ളൊരു തോന്നലാണ് ഇവനിങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ KGF റോക്കി ബായി നടന്നു വരുന്ന പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് വരുന്ന പോലെയാണ് ഇവന് ഫീൽ ചെയ്യുക. എല്ലാവരും ഇവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവനെ എല്ലാവരും അനുകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ളൊരു ഫീല് വരും. ഇതൊരു ഈഗോ സെൻട്രിസം മോഡാണ്. ഇതുകൊണ്ടാണ് സത്യത്തിൽ പലപ്പോഴും +2 സ്കൂളുകളെല്ലാം കുട്ടികൾ തമ്മിൽ ഭയങ്കരമായി അടി ഉണ്ടാക്കുന്നതും എന്നിട്ട് അത് പിന്നെ മൊബൈലിൽ എടുത്തിട്ട് ഇൻസ്റ്റയിൽ റീൽസുകളാക്കി ഇടുന്നതും എല്ലാം ഈ ഈഗോ സെൻട്രിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ് ലിബറലിസം എന്താണെന്ന് വെച്ചാൽ, ലിബറലിസം എന്ന പേരിൽ നിങ്ങളടുത്തേക്ക് ഒന്നും വരില്ല, പക്ഷെ നിങ്ങളോട് എല്ലാവരും ചോദിക്കുക നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്നുള്ളതാണ്. നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് ആര് നിന്നോട് ചോദിച്ചാലും അതിൻ്റെ പേരാണ് ലിബറലിസം. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ലിബറലിസത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലിബറലിസം പറയാൻ ഒരു നിയമങ്ങളും ബാധകമല്ല, ഒരു ലിമിറ്റും ഇല്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ നിനക്ക് കഴിയണം. നീ മഫ്ത അഴിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്. നീ ഏതെങ്കിലും പിന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്. നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ ആർക്കും അവകാശമില്ല. നമ്മൾ മനസ്സിലാക്കുക, എവിടെങ്കിലും പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് എപ്പോഴും പരിധികളുണ്ടാകും. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാകുമ്പോഴേ നമ്മൾക്കത് ആരോഗ്യപരമായി ഒരു ഹെൽത്തി ആയിട്ട് നമുക്കതിനെ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, ലിബറലിസം നമ്മളോട് എപ്പോഴും
പിന്നെ സംസാരിക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കണം. നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരാണോ ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് അവരെല്ലാം നിൻ്റെ ശത്രുക്കളാണ്. നിനക്ക് നല്ലൊരു വസ്ത്രം ധരിക്കണം, നീ എന്തിനാണ് എപ്പോഴും മുടി മറച്ച് നടക്കുന്നത്? നിനക്ക് ആ മഫ്ത നയിച്ചിട്ടൂടെ? അത് നിൻ്റെ സ്വാതന്ത്ര്യമല്ലേ, നിൻ്റെ ശരീരമല്ലേ? അതൊന്ന് കുറച്ച് പേര് കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നം? അപ്പം നിനക്കതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലിബറലിസം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലിബറലിസം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് എന്നാണ് ലിബറലിസം പറയുക. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ശത്രുക്കളായി കാണാനും ലിബറലിസം നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഉമ്മയും ഉപ്പയും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോൾ അവർ നമ്മളെ ശത്രുക്കളായി മാറുന്നത്, അധ്യാപകർ നമ്മളെ ശത്രുക്കളായി മാറുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ ശത്രുക്കളായി മാറുന്നത്, ഇസ്ലാം എന്ന മതം നമ്മളെ ശത്രുവായി മാറുന്നത്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ശത്രുവായി മാറുന്നത് നമ്മളുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ള പേരിലാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഇത്തരം അപകടങ്ങൾ ക്യാമ്പസുകളിൽ നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരും. മൂന്നാമത്തെ ഒന്ന് പുരോഗമനം. പിന്നെ ആധുനികത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആധുനികതയാണ് എന്ന് നമ്മളോട് പറയും. കാരണം എന്തിനാണ് ഈ 6-ാം നൂറ്റാണ്ടിലെ വസ്ത്രമിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഭയങ്കര ചൂടല്ലേ, ശരീരത്തിൽ ഭയങ്കര പ്രശ്നമല്ലേ? ഇങ്ങനെ ഈ 6-ാം നൂറ്റാണ്ടിൽ ആരോ കണ്ടുപിടിച്ചൊരു വസ്ത്രമിട്ട് നരക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? ഇത് 21-ാം നൂറ്റാണ്ടിലല്ലേ, ഇവിടെ ആളുകൾ വസ്ത്രം ധരിക്കണം നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ച് ഏറ്റവും പുരോഗമനം എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. സത്യത്തിൽ അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പുരോഗമനം ആധുനികതയാകുന്നത്, അല്ലെങ്കിൽ ആധുനികത എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ സംഗതിയാണ് പുരോഗമനത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്. അത് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിൽ സത്യമായിരിക്കും. പണ്ട് നമ്മൾ ലാൻഡ് ഫോണാണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്പം നമ്മൾ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. ആ മൊബൈൽ ഫോൺ തന്നെ മുമ്പ് നമ്മൾ മറ്റ് പല ടൈപ്പ് ഉപയോഗിച്ചത്, ഇന്ന് നമ്മൾ ഫുൾ സ്ക്രീൻ ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് നമ്മൾ കുതിരയുടെ പുറത്താണ് സവാരി, പിന്നെ വാഹനമായിട്ട് നമ്മൾ യാത്ര ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ കാറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നൊരാൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതൊക്കെ പണ്ടത്തെ വാഹനമല്ല, നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കും. എന്നതുപോലെ നമുക്ക് മതധാർമ്മിക നിയമങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിൻ്റെ അളവുകോൽ തെറ്റാണ്. കാരണം നമ്മളൊരിക്കലും കടയിൽ പോയിട്ട് പറയില്ല, നമുക്ക് ഒരു 5 കിലോഗ്രാം പഞ്ചസാര വേണം, 5 കിലോമീറ്റർ പഞ്ചസാര വേണം, നമ്മളൊരിക്കലും പറയില്ല. കാരണം 5 കിലോമീറ്ററിൽ പഞ്ചസാരയെ അളക്കാൻ കഴിയില്ല. നമ്മൾ പറയാറില്ല എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് 2 കിലോഗ്രാം ദൂരമുണ്ട് എന്നുള്ളത്. അത് തെറ്റാണ്. കാരണം എന്താ, 2 കിലോഗ്രാമിൽ വീട്ടിലേക്കുള്ള ദൂരത്തെ അളക്കാൻ നമ്മൾക്ക് കഴിയില്ല. അപ്പോൾ അളവുകോൽ തെറ്റാണ്. എന്നതുപോലെ നമ്മൾ 6-ാം നൂറ്റാണ്ടിലൊരു നിയമം 21-ാം നൂറ്റാണ്ടിൽ തെറ്റാണ് എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ അളവുകോൽ തെറ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ധാർമ്മിക നിയമങ്ങൾ മുമ്പ് ഇറങ്ങിയത് കൊണ്ട്, പണ്ടായതുകൊണ്ട് ഇപ്പോൾ ശരിയാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് പണ്ട് ആണും പെണ്ണുമാണ് വിവാഹം കഴിച്ചത്, ഇപ്പോൾ ആധുനിക യുഗത്തിൽ പെണ്ണിനും പെണ്ണിനും വിവാഹം കഴിക്കാം, ആണിനും ആണിനും വിവാഹം കഴിക്കാം, ആണും പെണ്ണുമൊക്കെ വിവാഹം കഴിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ നിയമമാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ലിബറലിസമാണ്. നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മുമ്പിൽ ഇതിനുള്ള സൊല്യൂഷൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ എന്ന് വെച്ചാൽ അവരൊരു ട്രാഫിക് സിഗ്നൽ പോലെയാണ്. ആ ട്രാഫിക് സിഗ്നലിൽ ചിലപ്പോൾ റെഡ് ലൈറ്റ് കത്തും, ചിലപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും, ചിലപ്പോൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ പോകാൻ പറയും. അതെന്തിനാന്ന് വെച്ചാൽ വാഹനങ്ങൾ അപകടമില്ലാതെ കടന്നു പോകാനാണ്. നമ്മളുടെ യാത്രക്കിടയിൽ നമുക്ക് മുമ്പിൽ ചുവന്ന സിഗ്നലുമായി ചിലപ്പോൾ മാതാപിതാക്കൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മളുടെ തീരുമാനം അവിടെ നിൽക്കണം എന്ന് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു ട്രാഫിക് സിഗ്നലായിട്ട് കണ്ട് അതിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ ഖുർആന് മാത്രമാണ്
എല്ലാ രംഗത്തും ഒരു ലിമിറ്റ് നമുക്ക് കാണിച്ചു തരാൻ കഴിയുക, ഒരു അതിർവരമ്പ് നമുക്ക് കാണിച്ചു തരാൻ കഴിയുക. നമ്മളൊരു വസ്ത്രം ധരിക്കണം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അളവ് എത്രയാണ്, എത്ര വരെ പോകാം. നമ്മൾ ക്ലാസ്സിൽ ആൺകുട്ടികളുമായി സംസാരിക്കണം, അതിൻ്റെ പരിധി എത്രയാണ്, അളവ് എത്രയാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് അതിർവരമ്പുകൾ കാണിച്ചു തരുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആനും മുതിർന്നവരുടെ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഈ ഒരു പ്രായം നമുക്ക് നല്ല രൂപത്തിൽ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യാനുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള സമയം ഞാൻ പറയട്ടെ. ഒരുപാട് ആൾക്കാർക്ക് മൈക്കെടുക്കാനും ചോദ്യം ചോദിക്കാനൊക്കെ മടിയുണ്ടാവും. പക്ഷേ ആ മടിയെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ എല്ലാം തുറന്ന് ചോദിക്കാനുള്ള അവസരമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇവിടെ അതിന് പ്രഗത്ഭരായ ആൾക്കാർ മറുപടി പറയാനായിട്ടുണ്ട്. അപ്പോൾ യാതൊരു മടിയുമില്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ വരട്ടെ. ഈ ഒരു സെഷനെ ഏറ്റവും ധന്യമാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് വിട്ടുതരുന്നു, മൈക്കം വിട്ടുതരുന്നു. വേണ്ടവരൊന്ന് കൈ പൊന്തിച്ചാൽ മതി. വളണ്ടിയേഴ്സ് എന്ത് ചെയ്തു തരും, മൈക്ക് എത്തിച്ചേരും കേട്ടോ. ചോദിക്കുന്നവർ പേര് ഒന്ന് പറയുക. സ്ഥലം പിന്നെ എല്ലായിടത്തും മങ്കട തന്നെയാണ്. അപ്പോൾ പേര് പറയുക, സ്ഥലം പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹബീബ്. എൻ്റെ ചോദ്യം അമീർ ഖാനോടാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതായത് പ്രേമിക്കണത് ഇസ്ലാമിൽ തെറ്റാണോ? അതായത് നമ്മളിപ്പോൾ ഒരാളെ കുറിച്ചാണ്ട് മനസ്സിലാക്കി അയാളെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞാണ്ട് കല്യാണം കഴിക്കുന്നതല്ലേ അറേഞ്ച് മാരേജിനെക്കാളിലും നല്ലത്? അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ കേട്ടല്ലേ. പ്രേമിക്കുന്നത് ഇസ്ലാമിൽ തെറ്റല്ല. പിന്നെ കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞാൽ ഭാര്യനെ പ്രേമിക്കണ്ട, അല്ലെങ്കിൽ ഭർത്താവിനെ പ്രേമിക്കണ്ടേ? അപ്പോൾ പ്രേമിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു തെറ്റായ സംഗതിയായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഒരാളെ നേരത്തെ കണ്ടുവച്ചിട്ട് പിന്നെ അയാളെ വിവാഹം കഴിക്കുന്നതാണോ നല്ലത്? അതല്ല പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളെ ഒരു വീട്ടിൽ പിന്നെ രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുന്നു, എന്നിട്ടൊരു ചായ കുടിക്കുന്നു, ആ ചായ കുടിച്ച ബന്ധത്തിൻ്റെ പേരിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, ഏതാണോ നല്ലത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറ് എങ്ങനെയാണ് 5 മിനിറ്റ് കണ്ട ഒരാളെ ജീവിതകാലം മുഴുവൻ ഒരു പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളെ കൂടെ താമസിക്കാൻ. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ നമുക്കൊരു 5 വർഷം പരിചയമുള്ള ആളാണല്ലോ, അപ്പോൾ നമുക്ക് അയാളെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ ആളെ കണ്ടുവച്ചാൽ അത് കണ്ടുവെക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ അയാളെ കൂടെ കറങ്ങാൻ കൂടിയും പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം നമ്മൾ ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിവാഹത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും മറ്റുള്ളവരറിയാതെ നമ്മൾ മാത്രം സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പല സ്ഥലത്തേക്കും പോകാനും കറങ്ങാൻ പോകാനും ഇതിനെല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്യും. ഇതിൽ പല അപകടങ്ങളും സംഭവിക്കും. അത് ഇസ്ലാം പൂർണ്ണമായിട്ടും ഹറാമാക്കിയ സംഗതിയാണ്. 2, നമ്മൾ പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒരാളോട് അടിമപ്പെടുകയാണ്. അതൊരു തരത്തിലുള്ള സ്ലേവറിയാണ്. കാരണം അവിടെ നമുക്ക് യാതൊരു ചോയ്സും ഇല്ല. ആ ചോയ്സ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരാളുമായി പ്രണയത്തിലാവുന്നു. അത് നമ്മൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടോ ആയിരിക്കാം. നമ്മൾ അയാളുമായി പ്രണയത്തിലായി എന്നുള്ളത് കൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ആൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. എവിടെയാണ് അവിടെ നിങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത്?
നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ യാതൊരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. നിങ്ങൾ നിങ്ങളെ ബ്രെയിനിന് അടിമപ്പെട്ടുകൊണ്ട് ഒരാളിൽ അങ്ങോട്ട് എന്താ പറയുക, ഏതോ ഒരു ഘട്ടത്തിൽ അയാളുമായി ഇഷ്ടത്തിലായി, ഇനി അയാളെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അറേഞ്ച്ഡ് മാരേജ് നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായ ചോയ്സ് ഉണ്ട്. നിങ്ങൾ ഒരു വിവാഹപ്രായം എത്തിയാൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പ്രൊഫൈലുകൾ വരും. ആ പ്രൊഫൈൽ വെച്ചിട്ട് ആദ്യം നമ്മൾ ദീനുണ്ടോ എന്ന് പരിഗണിക്കും, പിന്നെ നമ്മൾ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കും, കുടുംബത്തിൻ്റെ കുടുംബം എങ്ങനെയുണ്ട്, കുടുംബത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കും, അത് നമ്മൾ പരിഗണിക്കും. ഇങ്ങനെ അവിടെ സൗന്ദര്യം നമ്മൾ പരിഗണിക്കും, ഇങ്ങനെ എല്ലാം പരിഗണിക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ ഒരു 3-4 പ്രൊഫൈലുകൾ അല്ലെങ്കിൽ 5-6 പ്രൊഫൈലൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. നമ്മൾ അവരുടെ വിദ്യാഭ്യാസം നമ്മളുമായി ചേരുന്നതാണോ നോക്കും, എവിടെ താമസിക്കണം എന്നുള്ളത് നോക്കും, വീട് എവിടെ നോക്കും, അതിൻ്റെ ദൂരം നോക്കും. എല്ലാം നോക്കിയിട്ട് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഒരാളെ സെലക്ട് ചെയ്യാണ്. ആ ബുദ്ധിപൂർവ്വം ഒരാളെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയാളുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും അതിൻ്റെ പേരിൽ നമ്മൾ ജീവിതം തുടങ്ങുകയും ചെയ്യാണ്. അവിടെ സത്യത്തിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുക്കാൻ ഞാൻ ഇന്ന കാരണങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിൽ ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരും ഈ ആളുടെ വീട്ടുകാരും എന്തുണ്ട്, ഈ പ്രോസസ്സിൽ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും പ്രശ്നം പറ്റിയാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇതിനെന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുള്ളൊരിതുണ്ട്. അതല്ലാതെ ഒരു പ്രണയബന്ധത്തിൽ ഇങ്ങനെ ഒരു ചോയ്സേ ഇല്ല. എന്താണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നറിയില്ല, അയാൾ ഇനി എത്ര വരെ എഡ്യൂക്കേഷൻ ഉണ്ടാകും എന്നറിയില്ല, അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയില്ല. ആകെ പരിഗണിക്കുന്നത് പലപ്പോഴും സൗന്ദര്യം മാത്രമാണ്. അതല്ലാതെ ദീൻ എന്താണെന്നറിയില്ല. ഒന്നും അറിയാത്ത ഒരാളിലേക്ക് ഒരു ചോയ്സും ഇല്ലാതെ നമ്മൾ ഒരാളിൽ മാത്രം അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് സത്യത്തിൽ ലവ് മാരേജ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അറേഞ്ച്ഡ് മാരേജിൽ മാത്രമാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കാം. ഇനി പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ. അസ്സലാമലൈക്കും. എൻ്റെ പേര് സന. ാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയിൽ കളറിൻ്റെ പേരിലും മറ്റൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുണ്ടായി. അതിൻ്റെ വാർത്തകളിൽ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇസ്ലാമിലെ പെൺകുട്ടികളുടെ വിവാഹ കാഴ്ചപ്പാടിനോടുള്ള വിമർശനങ്ങളും അതിലെന്താണ് നേരത്തെയുള്ള വിവാഹം, അതുപോലെ വിവാഹത്തിന് ജോലിയേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇസ്ലാമിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അത്തരം വിമർശകരോട് ഇസ്ലാമിൻ്റെ മറുപടി എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യന്, സാറ് സെഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുണ്ടായി തീരുമാനം എടുക്കാനുള്ള കഴിവ് ഒരാൾക്കാവുന്നത് ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആകുമ്പോഴാണ്. അപ്പോൾ ആ സമയത്തിന് മുമ്പ് ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും തീരുമാനങ്ങൾ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ നേരത്തെയുള്ള വിവാഹം പെൺകുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ? ഒന്ന്, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത പറഞ്ഞ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതിന് കാരണമായി പറഞ്ഞത് ഇസ്ലാമിലെ വിവാഹ സമ്പ്രദായത്തോടുള്ള ഒരു എതിർപ്പ്, അതിനോടുള്ളൊരു പ്രതിഷേധ സൂചകമായി വീട്ടിൽ നിന്നുള്ള പ്രയാസം കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ്. അത് ഇസ്ലാം വിവാഹത്തിന് കരിയറിനേക്കാളും എഡ്യൂക്കേഷനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നു എന്നതുകൊണ്ടല്ലേ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം കരിയറിനേക്കാളും എഡ്യൂക്കേഷനേക്കാളും വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതല്ല. ഇസ്ലാം പുരുഷന് ചില ഡ്യൂട്ടികൾ നിശ്ചയിച്ചിട്ടുണ്ട്, സ്ത്രീക്ക് ചില ഡ്യൂട്ടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. പുരുഷന് ചില ഡ്യൂട്ടികളുണ്ട്, സ്ത്രീക്ക് ചില ഡ്യൂട്ടികളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പുരുഷനും സ്ത്രീയും രണ്ടാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആണിന് പെണ്ണിനെ പോലെ ആകാനോ പെണ്ണിന് ആണിനെ പോലെ ആകാനോ ഒരു നിലക്കും കഴിയൂല. പുരുഷന് കൊടുത്ത പ്രൈമറി ഡ്യൂട്ടി, എന്തും ചെയ്യാം, പക്ഷെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായ ഉത്തരവാദിത്തമാണ്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്.
സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള പ്രൈമറി ഡ്യൂട്ടി നർച്ചറിങ് ആണ്. അഥവാ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് അതിനെ വളർത്തി കൊണ്ടുവരുന്ന പ്രോസസ്സ് നർച്ചറിങ് ആണ് സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള പ്രൈമറി ഡ്യൂട്ടി. ഈ ആണായാലും പെണ്ണായാലും അവരുടെ കരിയറിൻ്റെ ഭാഗമായിട്ടോ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടോ ഇനി എന്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ പ്രൈമറി ഡ്യൂട്ടിയിൽ നിന്ന് തെറ്റാൻ പാടില്ല ഒരു നിലക്കും. എനിക്ക് കുറേ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒരാണ് ജീവിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? എനിക്കൊരു 40-50 വയസ്സ് വരെ ഒരു 15 PhD ഒരു 10 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷൻ യാതൊരു സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് പിന്നെ അതിൽ 4 കുട്ടികളുണ്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നത് തെറ്റാണ്. ഒരു സ്ത്രീ ഇതേപോലെ അവളുടെ കരിയറിനോ എഡ്യൂക്കേഷൻ്റെയോ പേര് പറഞ്ഞിട്ട് നർച്ചറിങ് എന്നുള്ള അവളുടെ പ്രൈമറി ഡ്യൂട്ടിയിൽ നിന്ന് പാടെ മാറി നിൽക്കുകയാണെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. കാരണം നമ്മളെ ഡ്യൂട്ടിയിൽ നിന്ന് മാറാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എല്ലാവരും വിവാഹം കഴിച്ചാൽ എൻ്റെ കരിയറിന് പ്രശ്നമാണ്, എൻ്റെ എഡ്യൂക്കേഷന് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അത് ഒരു സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായി വിവാഹത്തെ നീട്ടിക്കൊണ്ടുപോയി, പ്രസവത്തെ നീട്ടിക്കൊണ്ടുപോയി, അതിൻ്റെ ഒക്കെ മേലെ കരിയറിനെ കണ്ടുകൊണ്ട് അത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വ്യക്തിക്ക് മാത്രമല്ല പ്രശ്നം, സമൂഹത്തിന് മുഴുവൻ പ്രശ്നമാണ്. കാരണം സമൂഹം നിലനിൽക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഈ ജനറേഷൻ നിലനിൽക്കണം. ആ ജനറേഷൻ നിലനിന്നാലേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ സൊസൈറ്റി ഉണ്ടാവുള്ളൂ, പോപ്പുലേഷൻ അതുപോലെ നിലനിന്നാലേ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കരിയറിസം കൂടിക്കൂടി സ്ത്രീകൾ തീരെ പ്രസവിക്കാതെയായി, സ്ത്രീകൾ തീരെ വിവാഹം കഴിക്കാതെയായി ഇന്ന് രാജ്യങ്ങൾ അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുകയാണ്. നിങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ നോക്കിയാൽ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഒന്ന് ജപ്പാൻ്റെ ഉദാഹരണം, ഒന്ന് ചൈനൻ്റെ ഉദാഹരണം. ജപ്പാനിൽ സ്ത്രീകൾ തീരെ വിവാഹം കഴിക്കാതെ പ്രസവിക്കാതെ അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞ് അവിടുത്തെ വയസ്സായ ഏജ്ഡ് ആയ ആളുകളാണ് ഇപ്പോൾ ജപ്പാനിൽ കൂടുതലുള്ളത്. ഏജ്ഡ് ആയ ആളുകൾ മാത്രം ഒരു സൊസൈറ്റിയിൽ ഉണ്ടായുള്ള അവസ്ഥ എന്താ? എങ്ങനെ അവിടെ കച്ചവടങ്ങൾ നടക്കുക? എങ്ങനെ അവിടെ ജോലിക്ക് പോകാൻ യുവാക്കൾ ഉണ്ടാവുക? ഇത് പ്രസവിച്ചാലല്ലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ. കുട്ടികൾ ഉണ്ടായാൽ വളർന്നു വന്നാലല്ലേ ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനും ആളുണ്ടാവുള്ളൂ. എന്നിട്ട് ജപ്പാനിലെ പ്രസിഡന്റ് അവിടുത്തെ അവരുടെ അസംബ്ലിയിൽ പറയുകയാണ്, നമ്മൾക്ക് ഇനി മുതൽ വേണ്ടത് ഒരു ചൈൽഡ് ഫസ്റ്റ് ഇക്കണോമിയാണ്. ചൈൽഡ് ഫസ്റ്റ് ഇക്കണോമി അഥവാ നിങ്ങളെല്ലാവരും വിവാഹം കഴിക്കണം, നിങ്ങളെല്ലാവരും പ്രസവിക്കണം, അങ്ങനെ കുറേ കുട്ടികളുണ്ടാവണം. ആ കുട്ടികളുണ്ടായിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിയെ ശക്തിപ്പെടുത്തണം. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു തകർച്ചയുടെ വക്കിലാണ് എന്ന് പറയുന്നത് ജപ്പാനിലെ പ്രസിഡൻ്റാണ്. ചൈനയിലെ പ്രസിഡന്റ് അവിടുത്തെ പിന്നെ ഏറ്റവും വലിയ പിന്നെ അവിടുത്തെ നാഷണൽ ലെവലിലുള്ള ഒരു വിമൻസ് കോൺഫറൻസിൽ വന്നിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും വിവാഹം കഴിക്കണം, നിങ്ങളെല്ലാവരും പ്രസവിക്കണം. എന്തിനാ ഇങ്ങനെ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ പറയുന്നത്? എന്തിനാ? കുട്ടികൾ ഉണ്ടാവുന്നില്ല, കരിയറിൻ്റെ പേര് പറഞ്ഞ് പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല, പ്രസവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, നമ്മളെ ലോകത്തുനിന്ന് ഏകദേശം 800 കോടി ജനങ്ങളുണ്ട്. ഈ പോപ്പുലേഷൻ ഇതേപോലെ അടുത്ത ജനറേഷനിൽ നിലനിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ ശരാശരി 2.1 കുട്ടികളെ പ്രസവിക്കണം എന്നാണ് കണക്ക്. നമ്മളുടെ പോപ്പുലേഷൻ അടുത്ത തലമുറയിൽ ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇന്ന് ഒരു സ്ത്രീ ശരാശരി 2.1 കുട്ടികളെ പ്രസവിക്കണം എന്നാണ് കണക്ക്. ജപ്പാനിൽ നിലവിലെ കണക്ക് പ്രകാരം ഒരു സ്ത്രീ 1.2 കുട്ടികളെ പ്രസവിക്കുന്നുള്ളൂ. അത് ഇനിയും താഴോട്ട് പോവുകയാണ്. ചൈനയിൽ നിലവിലെ കണക്കനുസരിച്ച് ഒരു സ്ത്രീ 1.3 കുട്ടികളെ പ്രസവിക്കുന്നുള്ളൂ. അത് ഇനിയും താഴോട്ട് പോവുകയാണ്. കേരളത്തിൽ നിലവിലെ കണക്കനുസരിച്ച് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് 1.8 കുട്ടികളെയാണ്. ശരിക്കും 2.1 വേണം. അപ്പം നമ്മളതും താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ,
ഒരു 10-50 വർഷമോ അല്ലെങ്കിൽ 100 വർഷമോ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏജ്ഡ് പീപ്പിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഇക്കണോമി തകരും, നാട് തകരും എന്നുള്ളൊരു പ്രശ്നമാണ്. എന്താ അതിന്? നിങ്ങൾ ഈ കരിയർ മുഴുവൻ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു സൊസൈറ്റി നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കരിയർ കൊണ്ട് എന്താ കാര്യം? നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് പറയാം, നിങ്ങളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കൊണ്ടുപോകൽ നിർബന്ധമാണ്. അറിവ് നേടുക എന്നുള്ളത് മുസ്ലിം സ്ത്രീയുടെയും മുസ്ലിം പുരുഷൻ്റെ മേലെ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, കരിയർ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ഇസ്ലാമികമായി വിലക്കപ്പെടാത്ത ഏത് കരിയറിലും മുന്നോട്ട് പോവാം. പക്ഷേ നമ്മളുടെ പ്രൈമറി ഡ്യൂട്ടി നർച്ചറിങ് എന്നുള്ളത് അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും വിവാഹത്തിൽ ഒരു ആണും പെണ്ണും ചേർന്നുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു കോംബോ ആണ്, ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ പുരുഷൻ ഒരു ബ്രെഡ് വിന്നർ സ്പെഷ്യലൈസേഷനാണ്, പെണ്ണ് എന്നുള്ളത് ഒരു ഹോം മേക്കർ സ്പെഷ്യലൈസേഷനാണ്. ഈ സ്പെഷ്യലൈസേഷൻ ചേരുമ്പോഴാണ് വിവാഹ ജീവിതത്തിലെ ഹാർമണി നിലനിൽക്കുക, കുടുംബ ജീവിതത്തിൻ്റെ ഹാർമണി നിലനിൽക്കുക. നമ്മൾ അതിനെ തെറ്റിച്ചുകൊണ്ട് രണ്ടു പേരും ബ്രെഡ് വിന്നർ എന്നുള്ള ഒരു ഇതിലേക്ക്, ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നത് കൊണ്ടാണ് നമ്മളെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ കോമ്പിനേഷൻ അതേപോലെ നിലനിർത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. രണ്ടാമത് പിന്നെ ഈ സഹോദരി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ഭാഗം അത് വളരുന്നത് പൂർണ്ണ വളർച്ചയിലെത്തുന്നത് 25 വയസ്സോട് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരു പെണ്ണ് വിവാഹം കഴിച്ചാൽ അത് പ്രശ്നമാകൂലേ എന്നുള്ളതാണ്. വിവാഹം കഴിക്കുക എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 വ്യക്തികൾ തമ്മിലല്ല, 2 കുടുംബങ്ങൾ തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രെയിനിന് വളർച്ച കുറവായതുകൊണ്ട്, മീൻസ് ഫ്രണ്ടൽ ബ്രെയിന് വളരെ ലേറ്റായിട്ടാണ് ഡെവലപ്പ് ആകുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും, വിവാഹം എന്നല്ല എന്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ മുതിർന്ന ആളുകളുമായി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ വിവാഹം കഴിക്കണം, നമ്മൾക്ക് താല്പര്യം തോന്നി, നിങ്ങൾക്ക് നിങ്ങളുടെ മെനസ്ട്രേഷൻ ആരംഭിക്കുന്നത് തൊട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സ് അട്രാക്റ്റ് ചെയ്യും. നിങ്ങളുടെ ശരീരം ബയോളജിക്കലി ഒരു പുരുഷനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 13 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിൽ മെനസ്ട്രേഷൻ ആകുന്നതോടുകൂടി ബയോളജിക്കലി യു ആർ ഫിറ്റ് ഫോർ എ മാരേജ്, നിങ്ങളൊരു കല്യാണത്തിന് ഫിറ്റായി എന്നാണ് അർത്ഥം. പക്ഷെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ഒരു 18 വയസ്സ് വരെ നിങ്ങൾക്ക് കാത്തിരിക്കണം. 18 വയസ്സിൽ നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണം താല്പര്യം തോന്നി, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുത്താൽ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായി വളർന്ന ബ്രെയിന് നമ്മളെ ചുറ്റിനുമുണ്ട്. അത് സാറ്റലൈറ്റ് ബ്രെയിൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക. സാറ്റലൈറ്റ് ബ്രെയിൻ എന്ന് വെച്ചാൽ നമ്മളുടെ തലക്ക് ചുറ്റും കറങ്ങുന്ന പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിനുകളുണ്ട്. അപ്പോൾ അവരുമായി ആലോചിച്ചിട്ടായിരിക്കും നമ്മളൊരു വിവാഹത്തിൻ്റെ തീരുമാനം എടുക്കുക. അതുകൊണ്ട് തന്നെ അത്തരം സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് തെറ്റാനുള്ള സാധ്യതയില്ല. അവരുടെ ഒരു ഗൈഡൻസും കൂടി നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ള, അത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ഏത് കാര്യത്തിലും നമ്മൾ ഗൗരവമായ തീരുമാനങ്ങൾ കൗമാരപ്രായത്തിൽ ഒറ്റയ്ക്ക് എടുക്കരുത്. അത് മുതിർന്നവരുമായി ആലോചിച്ച് തന്നെ എടുക്കണം. വിവാഹത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതുന്നു. ഇപ്പം ബ്രെയിൻ മുഴുവനായിട്ട് വളരാൻ സമയമെടുത്തു, കാത്തു നിന്നു എന്ന് കരുതുക. ഒരു 25 വയസ്സ് 30 വയസ്സ് വരെ സ്ത്രീ കാത്തു നിന്നു എന്ന് കരുതുക. സ്ത്രീയുടെ ഒരു ലൈംഗിക കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 40-50 വയസ്സ് വരെ ഉണ്ടാവുള്ളൂ. ആ 25-30 വരെ കാത്തിരുന്ന് പിന്നെ മാത്രം കല്യാണം കഴിച്ച് അയക്കാന്ന് പറഞ്ഞാൽ ആ പെണ്ണിനോട് ചെയ്യുന്ന അനീതിയാണ്. ശരിക്കും അവളോട് ചെയ്യുന്ന നീതിയല്ല. അവിടെ ശാരീരികമായ ഒരുപാട് ആവശ്യങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ട്, തലച്ചോറ് പൂർണ്ണമായി വളർച്ചയെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിക്കൊണ്ട് അത് പൂർണ്ണമായി വളർച്ചയെത്തിയതിന് ശേഷം മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കൂ എന്ന് പറയുന്നത് പ്രശ്നമാണ്. പിന്നെ വിവാഹം എന്ന് പറയുന്നത് പൂർണ്ണ പക്വത എത്തിയ ഒരാൾ ചെയ്യേണ്ട കാര്യമല്ല. അതിലൊരുപാട് കളിചിരികളും തമാശകളും സന്തോഷങ്ങളും ഉള്ള ഒരു കാര്യമാണ്. ഒരു 40 കിലോ പക്വത ആവട്ടെ എന്നിട്ട് വിവാഹം കഴിക്കാം, അങ്ങനെ ഒരു കണക്കൊന്നും വിവാഹത്തിനില്ല. ഒരു പ്രായപൂർത്തി എത്തിയെന്ന് നിങ്ങളുടെ കുടുംബത്തിന് ബോധ്യപ്പെട്ടാൽ, നിങ്ങളതിന് പക്വത എത്തിയെന്ന് നിങ്ങളുടെ കുടുംബത്തിന് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ച് ചെയ്യുക. അത് പെണ്ണിനോട് ചെയ്യുന്ന അനീതിയല്ല, അതാണ് നീതി എന്നാണ് മനസ്സിലാക്കുന്നത്.
അതുപോലെ തന്നെ ഫിഖ്ഹി പരമായ ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. അതുകൂടെ നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഉയർന്നു വരണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഫാറൂഖിയോടാണ് ചോദ്യം. ഇവിടെ 1-2 ആളുകൾ ആവശ്യപ്പെട്ടൊരു ചോദ്യമാണ്. നമസ്കാരം പലപ്പോഴും ഖളാ ആവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പിന്നീട് നമസ്കരിച്ച് പൂർത്തീകരിക്കാൻ കഴിയുമോ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധി എന്താണെന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമസ്കാരം യുദ്ധ സന്ദർഭത്തിൽ പോലും, യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ പോലും അതിൻ്റെ സമയം തെറ്റിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. യുദ്ധ സന്ദർഭത്തിൽ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട ആരാധനാകർമ്മമാണ്. നിശ്ചയിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട ഇബാദത്താണ്. മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം അതിന് നിശ്ചയിച്ച സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ മുസൽമാനും ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും അതിന് സൗകര്യമുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ളുഹറിൻ്റെ സമയമായി കഴിഞ്ഞാൽ നാം ഉച്ചഭക്ഷണത്തിന് ആ ടൈമിൽ നമുക്ക് ളുഹർ നമസ്കരിക്കാവുന്നതാണ്. അസർ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും സമയം കഴിഞ്ഞ ശേഷം ചെയ്യാവുന്നതാണ്. ഒരു നിലക്കും ചില സ്ഥാപനങ്ങൾ നമസ്കരിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ, സ്ഥാപനങ്ങൾ ഇസ്ലാമികമാണെങ്കിൽ അനുവാദം നൽകും. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും നമസ്കരിക്കുന്നതിന് തടസ്സമില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഇനി ഏതെങ്കിലും സ്ഥാപനം അങ്ങനെ നമസ്കരിക്കാനുള്ള അവസരം ഉച്ചസമയത്ത് ളുഹർ നമസ്കരിക്കാൻ അവസരം നൽകുന്നില്ലെങ്കിൽ ആ ളുഹറിനെ അസറിനോടൊപ്പം നമുക്ക് ജമ്മ് ചെയ്യാവുന്നതാണ്. അതായത് ളുഹർ നമസ്കരിക്കാൻ അവസരം കിട്ടാതെ ആ ളുഹറും അസറും കൂടി വീട്ടിൽ വന്ന് 4+4 ചുരുക്കാൻ പാടില്ല, ജമ്മാക്കിക്കൊണ്ട് വീട്ടിൽ വന്ന ശേഷം നമസ്കരിക്കാവുന്നതാണ്. നമസ്കാരം ഒരു നിലക്കും ഒഴിവാക്കാൻ പാടില്ല. ഒരു നിലക്കും അതോറിറ്റി അനുവാദം തന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ വന്ന് ആദ്യം ളുഹറും പിന്നെ അസറും ജമ്മാക്കിക്കൊണ്ട് 4+4 നിസ്കരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അദിന. ഇസ്ലാമിൽ മുടി കളറടിച്ചത് തെറ്റാണോ? ഇസ്ലാമിൽ മുടി കളറടിക്കുന്നത് തെറ്റാണോ? മുടി കളറടിക്കുന്നത് തെറ്റല്ല. മുടി അടിക്കാൻ വിരോധമല്ല. കറുപ്പ് ഒഴിവാക്കലാണ് നല്ലത്. നരച്ച മുടി മൈലാഞ്ചി കൊണ്ട് കളർ കൊടുക്കാമെന്നോ? കെത്തുമ്പ് എന്നൊരു ചെടിയുണ്ട്. ആ ചെടിയിൽ നിന്നുള്ള ഇലകളാലും കളർ കൊടുക്കാം. നരച്ച മുടിയെ അങ്ങനെ വിടാതെ ഈ പറയപ്പെട്ട നിലക്ക് കറുപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് കളർ കൊടുക്കാവുന്നതാണ്, വിരോധമില്ല. അത് ഫിഖ്ഹിപരമായ ഒരു ഉത്തരം. അതിന് സാമൂഹികപരമായൊരു വശം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രായത്തിൽ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ മുടി കളർ കൊടുത്തു വരും.
ആ ഉപയോഗിക്കുന്ന കെമിക്കൽസ് അത്ര നല്ലതല്ല. നിങ്ങൾ ചെറിയ പ്രായങ്ങളാണ്, ചെറിയ കുട്ടികളാണ്, ശരീരം പൂർണ്ണമായി വളർച്ചയെത്താത്ത മക്കളാണ്. അത് പലതരത്തിലുള്ള, കാരണം കറുത്ത മുടി വേറെ കളറുകളിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും വീര്യം കൂടിയ കളറുകൾ ഉപയോഗിക്കേണ്ടി വരും. വെളുത്ത മുടി മൈലാഞ്ചി ഇട്ട് ചുമപ്പിക്കുന്നത് പോലെയല്ല. പിന്നെ മാത്രമല്ല, ഒരു നോർമലായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് ഒരു തെറ്റ്, അടുക്കി വെച്ച വിറകുകൊള്ളികൾക്കിടയിൽ ചിറഞ്ഞു നിൽക്കുന്ന ഒരു വിറകുകൊള്ളി പോലെ ആയിരിക്കും. എല്ലാ കുട്ടികളും അച്ചടക്കത്തോടെ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് മാത്രം തെറ്റ്, അത് നമ്മുടെ വ്യക്തിത്വത്തിനെ തന്നെ ബാധിക്കും. നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ ഒരു സ്വഭാവത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും നീറ്റായ കോലത്തിലാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥി നടക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ മുടി നരച്ചു പോയിട്ടുണ്ടെങ്കിൽ മാത്രം, ഒരു സ്കൂൾ പ്രായം കഴിഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, നരച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കളർ കൊടുക്കുക. അല്ലെങ്കിൽ അത് ഈ പ്രായത്തിൽ തോന്നുന്ന എന്തോ വലിയ കാര്യമാണെന്ന് കരുതി തോന്നുന്ന ഒരു കാര്യമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ വലിയ കാര്യമൊന്നുമല്ല, ഒരു കാര്യമല്ല അതിൽ എന്നുള്ളത് കുറച്ച് വലുതായാലും നിങ്ങൾക്ക് മനസ്സിലാകും. അതുവരെ കാത്തു നിൽക്കുക, ക്ഷമിക്കുക. ഇപ്പം നിങ്ങൾക്ക് തന്ന മനോഹരമായ കറുത്ത മുടി ആസ്വദിച്ച് ജീവിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ വസ്ത്രധാരണയെ കുറിച്ചാണ്. പെൺകുട്ടികളുടെ വസ്ത്രധാരണ പറഞ്ഞാൽ പുരുഷന്മാരുടെ വസ്ത്രത്തെ പോലെ പാൻറ്റും ഷർട്ടും ധരിച്ചു, അതേപോലെ തന്നെ ഷാള്, കഴുത്തിലൂടെ ഷാള് ധരിച്ചു. അതേപോലെ തന്നെ പുരുഷന്മാരുടെ വസ്ത്രം മുട്ടിന് താഴെയോ അല്ലെങ്കിൽ മുട്ടിന് മുകളിലുള്ള ട്രൗസറൊക്കെ ധരിച്ചാണ്. അപ്പോൾ ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുടെ വസ്ത്രധാരണയിൽ എന്തൊക്കെ നിലപാടാണ് ഞങ്ങൾ എടുക്കേണ്ടത്? വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയുടെ നിലപാട് എന്തായിരിക്കണം? വിദ്യാർത്ഥിയുടെ നിലപാട് എന്തായിരിക്കും? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികൾക്കുമൊക്കെ മുട്ടിൻ്റെയും പൊക്കളിൻ്റെയും ഇടയിലുള്ള ഭാഗം മറച്ചാൽ അത് നിർബന്ധ ഔറത്ത് മറക്കലായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറയ്ക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ കണ്ടാൽ കൈ കൊടുക്കുന്ന ഇൻ്റർവെൽ സമയങ്ങളിലും ഒഴിവ് സമയങ്ങളിലുമൊക്കെ അന്യ കുട്ടികൾ അടുത്ത് വന്ന് ചാരിയിരിക്കുന്ന, തലയിൽ മടിയിൽ തലവെച്ച് അങ്ങനെ രസകരമായ സംസാരങ്ങളിൽ ഏർപ്പെടുന്ന ആ രീതിയിലുള്ള രംഗങ്ങളാണ് ക്യാമ്പസുകളിൽ കണ്ടുവരുന്നത്. അത് വലിയ അപകടകരമാണ്. അതിൽ നല്ലൊരു പങ്ക് വസ്ത്രത്തിനുണ്ട്. ഫാൻറ്റും ഷർട്ടും ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾ ധരിച്ച് ഷാള് തോളിലിട്ട് നടക്കുന്ന ആ സംസ്കാരം നമ്മെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുക. പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള വസ്ത്രങ്ങൾ ആണുങ്ങൾ ധരിക്കാൻ പാടില്ല, ആണുങ്ങൾക്ക് മാത്രമുള്ള വസ്ത്രങ്ങൾ പെണ്ണുങ്ങളും ധരിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. ധരിക്കുന്ന വസ്ത്രം പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഴലിച്ച് കാണാൻ പാടില്ല. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മായിലാത്തും മുമീലാത്ത്, വളരെ കട്ടി കുറഞ്ഞ ഉൾഭാഗങ്ങൾ നിഴലിച്ച് കാണുന്ന വസ്ത്രങ്ങൾ പെൺകുട്ടികൾ ധരിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തേത്, ശരീരത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, നിമ്നോന്നതികൾ പ്രത്യേക കാണുന്ന രീതിയിൽ ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ശരീരത്തിൽ തല മാത്രമല്ല പെൺകുട്ടികൾ മറയ്ക്കേണ്ടത്, മുടി മാത്രമല്ല ഔറത്ത്, അവരുടെ മാറിടം കൂടി ഔറത്താണ്. ഫല്യദ്രിബിന ബിഹുംരിഹിന്ന അലാ ജുയൂബിഹിന്ന, സ്ത്രീകൾ അവരുടെ തല മറക്കുന്നതോടൊപ്പം, തലമുടി മറക്കുന്നതോടൊപ്പം അവരുടെ മാറിടം കൂടി മറക്കട്ടെ എന്ന്. ഒരാൾ കണ്ടാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർത്ത ചായ്ച്ചകൾ മനസ്സിലാകാത്ത നിലക്ക് മുഖവും മുൻകൈയുമല്ലാത്ത
എല്ലാ ഭാഗങ്ങളും പെൺകുട്ടികൾ മറക്കേണ്ടതാണ്. കൈ കൊടുക്കേണ്ടതില്ല. അന്യ കുട്ടികളാണെങ്കിൽ കൈ കൊടുക്കേണ്ടതില്ല. ഒരേ ക്ലാസ്സിൽ പഠിക്കാം, ഒരു വിഷയം ചർച്ച ചെയ്യാം, അടുത്തിരിക്കാം. പക്ഷെ ശരീരം ടച്ചാകാതെ നോക്കണം. ശരീരം ടച്ചായാൽ നിങ്ങളുടെ പ്രായത്തിൽ അത് വലിയ കുറ്റമല്ലായിരിക്കാം, പക്ഷേ അത് വലിയ കുറ്റങ്ങളിലേക്കുള്ള കവാടങ്ങൾ തുറക്കാൻ ഇടയുണ്ട്. നേരത്തെ പറഞ്ഞ കല്യാണ ജീവിതം എന്ന സുഖകരമായ അവസ്ഥയിലേക്ക് എത്താൻ പല കാരണങ്ങൾ കൊണ്ടും അത് തടസ്സമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അന്യ പെണ്ണിനും കൈ കൊടുത്തിട്ടില്ല. ബൈഅത്ത് ചെയ്തതുവരെ വാക്കുകൾ കൊണ്ടായിരുന്നു. അപ്പോൾ അന്യ കുട്ടികൾക്ക് കൈ കൊടുക്കാതെ, അവരോട് ചാരിയിരിക്കാതെ, അവരുടെ തോളത്ത് കൈവെക്കാതെ, അവരുടെ തലമടിയിൽ വെക്കാതെ മാന്യമായ ഇസ്ലാമിക ഹിജാബ് ധരിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അവരോട് ഒപ്പം ഇരുന്ന് പഠിക്കാം. ശരീരം ടച്ച് ചെയ്യുന്ന അവസ്ഥ വരാതെ അത് നമ്മുടെ മാന്യമായ വസ്ത്രധാരണതയിലൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ആവശ്യകമായി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഷാദിഖാൻ. ഈ ചോദ്യം, പുതിയ പാഠപുസ്തകങ്ങളുടെ ജെൻഡർ എന്നതൊരു സാമൂഹിക നിർമ്മിതിയാണ് എന്നും അത് ആർക്കും സ്വയം നിർവചിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നും പഠിപ്പിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ഇത് ചോദിച്ചത് പുതിയ പാഠപുസ്തകങ്ങളിൽ ജെൻഡർ എന്നുള്ളതൊരു സാമൂഹിക നിർമ്മിതിയാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിൽ. അതിനി ഈ വർഷം മറ്റ് ക്ലാസ്സുകളിലും കൂടി ഇറങ്ങും. 2, 4, 6, 8, 10 ക്ലാസ്സുകളിൽ ഈ വർഷം പുറത്തിറങ്ങും. അപ്പം നിലവിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ 9ാം ക്ലാസ്സിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ അവസാനത്തെ ഭാഗത്തിൽ ഒരു ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അത് ജെൻഡറുമായി ബന്ധപ്പെട്ട്, ജെൻഡർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു വാക്കായിട്ടാണ്. നമ്മൾ സെക്സ് എന്ന് ഉപയോഗിക്കും, ജെൻഡർ എന്നും ഉപയോഗിക്കും. ഇത് രണ്ടും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഏതെങ്കിലും ഒരു ഫോമിൽ സെക്സ് എന്ന് ചോദിച്ചാൽ ആണോ പെണ്ണോ എന്നാണ് അവിടെ എഴുതേണ്ടത്. ജെൻഡർ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി നടക്കുന്ന ചില രാഷ്ട്രീയങ്ങളുടെ ഭാഗമായി സെക്സും ജെൻഡറും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ് എന്ന രൂപത്തിലുള്ള ചില ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, ഒരു ആക്ടിവിസം നമ്മളുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടാവുകയും അത് കഴിഞ്ഞ ഒരു 5-8 വർഷമായി കേരളത്തിൽ അത് വ്യാപകമായ തോതിൽ വളരുകയും ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ എഫക്റ്റുകൾ നമ്മളുടെ കുട്ടികൾക്കിടയിൽ വരെ ഉണ്ടായതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്സ് എന്നുള്ളത് ബയോളജിക്കലാണ്, ബയോളജിക്കലി കൺസ്ട്രക്റ്റഡ് ആയ സാധനമാണ്. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ആണാവാം പെണ്ണാവാം. പക്ഷെ ജെൻഡർ എന്നുള്ളത് അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. നിങ്ങൾ ആണായി ജനിച്ച് വളർന്നാലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പെണ്ണാകാം, അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണായി ജനിച്ച് വളർന്നവരാണെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആണാവാം എന്ന ശാസ്ത്രവിരുദ്ധമായ ഒരു തലതിരിഞ്ഞ ആശയമാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇത് ലോകത്തെല്ലായിടത്തും സർക്കാരുകൾ ഇത് അംഗീകരിച്ച്, ഇത് ഇന്നൊന്നിനെയും തുടങ്ങിയതല്ല. ഏകദേശം 960 മുതൽ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു 5-8 വർഷമായി വ്യാപകമായ തോതിൽ നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് കോടതികൾ അംഗീകരിക്കുകയും സർക്കാരുകൾ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ
പിന്നെ കൗമാരപ്രായത്തിലുള്ളൊരു പെൺകുട്ടി, വേറെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്തൊരു പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് ഇന്ന് മുതൽ ഞാൻ ആണാണ് എന്ന് പറഞ്ഞാൽ അവളെ ആണായിട്ട് അംഗീകരിക്കണം എന്നാണ് പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് പറയുന്ന എല്ലാം പറയുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായി പഠനം നടത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ 2018 ലിസ ലിറ്റ്മാൻ എന്ന സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പഠനങ്ങളുണ്ട്. ഇതിലെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സത്യത്തിൽ ഈ സോഷ്യൽ പ്രഷർ കൊണ്ട് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഈ പ്രായത്തിൽ പലതരത്തിലുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസുകൾ ഉണ്ടാവും. നമ്മൾക്ക് പലതരത്തിലുള്ള പിന്നെ ഒരു ഇമോഷണലായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് മാനസികമായ പലതരത്തിലുള്ള ഓവർ തിങ്കിങ്ങും ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായി ചിലപ്പോൾ കൂടുതലും പെൺകുട്ടികൾക്ക്, അഥവാ 76% പെൺകുട്ടികൾക്കാണ് ഇത്തരം ചിന്തകൾ വരുന്നതെന്നും, ഇത് ആവറേജ് വയസ്സൊരു 15 വയസ്സിലാണ് കൂടുതലും ഇങ്ങനത്തെ ചിന്തകൾ വരുന്നു എന്നുള്ളതും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു കാരണമായി പറയുന്നത്, ഇത് ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗം കൂടുന്നതും, രണ്ട് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരിങ്ങനെ മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൂടിയും അഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു എന്നും ഇതിൽ നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് ഈ പ്രായത്തിൽ തോന്നുമെങ്കിലും ഒരു 20-22 വയസ്സ് കഴിയുന്നതോടുകൂടി ഈ ചിന്ത മാറുകയും ചെയ്യും എന്നും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചുറ്റുവട്ടം മുഴുവൻ ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്കും ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാം. ആ തോന്നൽ വെറും ഒരു തോന്നൽ മാത്രമാണ്, അതിൽ യാതൊരു സത്യാവസ്ഥയും ഇല്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കുറച്ച് പ്രായം കഴിയുന്നതോടുകൂടി എന്തെങ്കിലും തോന്നലുണ്ടെങ്കിലും അത് ഇല്ലാതാവുകയും ചെയ്യും. അതല്ലാതെ അതിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ, മറ്റ് സർജറികളിലേക്കും മറ്റുമൊക്കെ കടന്നാൽ അത് പിന്നെ റിവേഴ്സബിൾ ആകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരം സംഗതികൾ അതിൻ്റെ അടിസ്ഥാനം മാനസികമായ ചില സംഘർഷങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നിയമം ഇതിനെല്ലാം എതിരാണ്, ഗവൺമെൻറ്റുകൾ ഇതിനെല്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ കുട്ടികളെല്ലാം എന്താണ്, ആണും പെണ്ണും അല്ലാതെ വളരണം എന്നാണ്. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ യാതൊരു വേർതിരിവും പാടില്ല. അത് അവർ ജനിച്ചത് തൊട്ട് അവരുടെ കളിപ്പാട്ടങ്ങളിലോ അവരുടെ വസ്ത്രങ്ങളിലോ ഒന്നും തന്നെ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവ് പാടില്ല. അവർ വളർന്ന് വലുതായി ഒരു 15-18 വയസ്സാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആണാണെന്നോ പെണ്ണാണെന്നോ ഏത് വേണമെങ്കിലും അവർ തിരഞ്ഞെടുത്തോട്ടെ എന്ന ഒരു പുതിയ സാമൂഹിക നിർമ്മിതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകണം എന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ചില സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ആണും പെണ്ണും ഒരേ രൂപത്തിലുള്ള യൂണിഫോം ധരിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാഠപുസ്തകങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ അടക്കം ഇത്തരം ചിന്താഗതികളുള്ള അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകർ ഇത് എടുക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ പരീക്ഷയുടെ ഭാഗമായി അതങ്ങനെ പഠിക്കാമെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ടീച്ചറോട് വേണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ മദ്രസകളിൽ നമ്മളുടെ മതാധ്യാപകരോട് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താം. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കും നമ്മളുടെ ഫ്രണ്ട്സിനും ഇടയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. ഇത് ഒരു കൃത്യമായ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അവർക്കതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യം കുടുംബം തകർക്കുക എന്നുള്ളതാണ്. കുടുംബം പലതിനും ഒരു തടസ്സമാണ്. പലതിനെന്ന് വെച്ചാൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പലതിനും തടസ്സമാണ്. കുടുംബം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളെയോ കുട്ടികളെയോ ചൂഷണം ചെയ്യാൻ പലർക്കും കിട്ടില്ല. കുടുംബം തകർന്നാൽ മാത്രമേ കുടുംബത്തിനകത്ത് നിന്ന് കുട്ടികളെയും സ്ത്രീകളെയും പലർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കുടുംബം തകർക്കുക എന്നുള്ളതാണ്, കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം. നമ്മൾ തിരിച്ചറിയുക. ഇത്തരം അധ്യായങ്ങൾ നമ്മളുടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോഴും ഈ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാനും, പരീക്ഷയ്ക്ക് വേണ്ടി അതുപോലെ എഴുതി വെച്ചാലും അതിനെ ഈ രൂപത്തിൽ പിന്നെ ഒരു ആ രൂപത്തിൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കുക. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന്.
അസ്സലാമലൈക്കും. എൻ്റെ പേര് ഷബുൽ നജ. പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ വസ്ത്രധാരണ ഏതെങ്കിലും തരത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്? അത് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നുണ്ടോ? അതിൽ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി, സമൂഹത്തിന് എങ്ങനെയാണ് ദോഷം ചെയ്യണത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതാണ്. പിന്നെ അതിൽ വസ്ത്രധാരണത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കുന്നത് ഇതിനൊരു കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സത്യത്തിൽ പെൺകുട്ടികളുടെ ഇടയിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഫെമിനിസം, പ്രത്യേകിച്ച് ലിബറൽ ഫെമിനിസം എല്ലാം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ആണിനെപ്പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. ആണിനെപ്പോലെ ആകാൻ വേണ്ടിയിട്ടും ആണിനെ കൂടുതലായിട്ട് അനുകരിക്കാനും ആണ് ഇടപെടുന്ന മേഖലകളിലെല്ലാം നമ്മൾക്കും ഇടപെടണം, നമ്മൾക്കും കിട്ടണം എന്നും ആണ് ധരിക്കുന്ന വസ്ത്രങ്ങളെപ്പോലെ നമുക്കും വസ്ത്രം ധരിക്കണമെന്നും ഇങ്ങനെ ആണിൻ്റെ ഇടങ്ങളെ നമ്മുടെ ഇടങ്ങളാക്കി മാറ്റണം എന്നുമുള്ള ഒരു രീതിയാണ് പെൺകുട്ടികൾക്കിടയിലേക്ക് കൂടുതലായിട്ട് കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ കൂടുതലായിട്ട് ചോദിക്കുന്നത് അവർക്കാകാമെങ്കിൽ നമുക്കെന്തുകൊണ്ടായിക്കൂടാ, വൈ കാണ്ട് ഐ, വൈ ഷുഡ് ഐ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, അവനക്ക് അതെല്ലാം കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, അവൻ അവിടെ പോകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ, എല്ലാം അവനിലേക്ക് ചൂണ്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ഒരു പെണ്ണിന് പിന്നെ അവനെപ്പോലെ ആകാനോ ഒരു ആണിന് അവളെപ്പോലെ ആകാനോ കഴിയില്ല. വസ്ത്രധാരണത്തിൽ പലപ്പോഴും ഈ ഇമിറ്റേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ആ ഇമിറ്റേഷൻ എന്നുള്ളത് ചിലപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ധരിക്കുന്നതായിരിക്കും, പക്ഷേ നമ്മൾ എന്തുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായി എന്ന് ആലോചിച്ചാൽ മറ്റ് പല ക്യാമ്പയിനിങ്ങിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളെ ചിന്തകളിലേക്ക് ഇത് വന്നത് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പുരുഷൻ്റെ അടിമയായിട്ട് വസ്ത്രം ധരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്ത്രീ ഫാഷനബിളായിട്ട് വസ്ത്രം ധരിച്ചാൽ അത് കാണാൻ ഏറ്റവും ആസ്വാദനം ഉണ്ടാക്കുന്നത് പുരുഷന്മാർക്കാണ്. പുരുഷന് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അളവ് എത്രത്തോളം കുറയുന്നോ അത്രയും കാണാൻ കൂടുതൽ ആസ്വാദനം കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരാണോ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറക്കുന്നത് അത് പുരുഷനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പിന്നെ സ്കിന്ന് കൂടുതലായിട്ട് പുറത്തേക്ക് കാണിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ പുരുഷൻ അടിച്ചേൽപ്പിച്ച ഒരു വസ്ത്രധാരണ രീതിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങളൊരു പുരുഷാധിപത്യത്തിൻ്റെ അടിമയായി മാറുകയാണ്. അതേസമയം ഞാനൊരു പർദ്ദ ധരിക്കുമ്പോൾ അത് ഏതെങ്കിലും പുരുഷൻ നിഷ്കർഷിച്ചതിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും പുരുഷൻ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമല്ല. എൻ്റെ ഉപ്പ പറഞ്ഞിട്ടല്ല ഞാൻ പർദ്ദ ധരിക്കണേ, മദ്രസയിലെ ഉസ്താദ് പറഞ്ഞിട്ടല്ല ഞാൻ പർദ്ദ ധരിക്കണേ, അതെൻ്റെ സൃഷ്ടാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പർദ്ദ ധരിക്കണം അല്ലെങ്കിൽ ഹിജാബ് ധരിക്കണേ. ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ അടിമയാണ്, അല്ലാതെ ലോകത്തിലെ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ അടിമയല്ല ഞാൻ എന്ന് വിളിച്ചു പറയുന്നൊരു വസ്ത്രമാണ് ഹിജാബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമലൈക്കും. മനുഷ്യ പരിണാമ സിദ്ധാന്തത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? പരിണാമ സിദ്ധാന്തത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പരിണാമ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഏകകോശ ജീവി ഉണ്ടായി, അതിൽ നിന്ന് അത് പിന്നെ ഇവിടുത്തെ ഭൂമിയിലെ കെമിക്കൽസിൻ്റെയും പിന്നെ മിനറൽസിൻ്റെയും എല്ലാം രാസപരിവർത്തനത്തിലൂടെ പിന്നെ ഇവിടെ ഒരു ഏകകോശ ജീവി വളരെ യാദൃശ്ചികമായി ഉണ്ടായി. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ വിഭജിച്ച് അതാദ്യം കടലിലായിരുന്നു, പിന്നെ അത് കരയിലേക്ക് വന്ന് പിന്നെ ആ ജീവിയിൽ നിന്ന് ഇങ്ങനെ ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന ജൈവ വൈവിധ്യങ്ങളെല്ലാം ഉണ്ടായി. അതിൽ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു ജീവിയിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം പിന്നെ എങ്ങനെ വന്ന് കുരങ്ങനിലേക്കും ഒരു ഭാഗം എങ്ങനെ വന്ന് മനുഷ്യനിലേക്കും ആയി എന്നെല്ലാമാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി തന്നെ സൃഷ്ടിച്ചു എന്നും, മനുഷ്യനെന്ന് മാത്രമല്ല ഈ ജൈവ വൈവിധ്യ ലോകത്തെ, ഈ സ്പീഷീസിൻ്റെ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ അതായി തന്നെ സൃഷ്ടിച്ചതാണ്. അത് മറ്റൊന്നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതല്ല, അതിനെ അതായി തന്നെ സൃഷ്ടിച്ചതാണ്.
സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട ജീവിയായ അള്ളാഹു ഖലീഫയായി ഭൂമിയിലേക്ക് നിയോഗിച്ച മനുഷ്യൻ എന്ന ജീവിയും അതിൽ ആദ്യത്തെ മനുഷ്യൻ അതാണ് ആദം നബി അലൈഹിസ്സലാം എന്നും ഹവ്വാ ബീവി എന്നും നമ്മൾ പറയുന്ന മനുഷ്യർ. അവരാണ് ആദ്യത്തെ മനുഷ്യൻ. അവരിൽ നിന്നാണ് പിന്നീട് മനുഷ്യ സമൂഹം മുഴുവൻ ഉടലെടുത്തതെന്നുള്ളതാണ് നമ്മൾ ഇസ്ലാമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തൻവീർ അഹമ്മദ്. നമ്മളെ മൃഗങ്ങളെ വളർത്തുന്നതിൽ ഇസ്ലാമിക നിലപാട്, പ്രത്യേകിച്ച് നായ, മൃഗങ്ങളെ വളർത്തുന്നതിലുള്ള ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്നാണ് ചോദ്യം. കൃഷിക്ക് വേണ്ടി, വേട്ടയ്ക്ക് വേണ്ടി, ആ ഉദ്ദേശങ്ങളോട് കൂടി നായയെ പോലുള്ളതിനെ വളർത്താം. ഉദാഹരണത്തിന് കൃഷി കാക്കാൻ, വേട്ടയാടാൻ, അതിനൊക്കെ നായയെ വളർത്താം. അല്ലാത്ത നിലക്ക് നായയെ വളർത്താൻ പാടില്ല. നായ മുഴുവൻ നജസായ ഒരു ജീവിയാണ്. അതിൻ്റെ നായ പാത്രത്തിൽ തലയിട്ടാൽ ആ പാത്രം 7 പ്രാവശ്യം കഴുകണമെന്നും അതിലൊന്ന് മണ്ണുകൊണ്ടായിരിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നായ സംസ്കാരം ഇസ്ലാമിന് അന്യമാണ്. എന്നാൽ കൃഷിക്ക് വേണ്ടി, വേട്ടയ്ക്ക് വേണ്ടി നായയെ വളർത്താവുന്നതാണ്. അല്ലാത്ത നിലക്ക് നായയെ വളർത്തുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നല്ലൊരു ഭാഗം അതിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃഷിയും വേട്ടയും ഒന്നും ഇല്ലാത്തവർ നായ വളർത്തേണ്ടതില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നജസായ, മുഴുവൻ നജസായ ജീവിയാണ്. എന്നാൽ ഉണങ്ങിയ അതിൻ്റെ ശരീരം നമ്മുടെ മേലിൽ തട്ടിയാൽ അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരാനില്ല. നനഞ്ഞ നായ മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്ക് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നനവ് നമ്മുടെ മേലിലോ വസ്ത്രത്തിലോ ആയാൽ അത് കഴുകിക്കളയേണ്ടത്. എന്നാൽ നായയുടെ ശരീരം ഉണങ്ങിയ ശരീരമാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലോ തുണിയിലോ തട്ടിയാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒതു എടുത്തവൻ്റെ ഒതു നഷ്ടപ്പെടുകയുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് നിഹാൽ. ഞാൻ ചോദിക്കുന്നത്, സ്കൂളുകളിലും കോളേജുകളിലും വ്യത്യസ്തങ്ങളായ സംഗീത പരിപാടികൾ നടക്കാറുണ്ട്. അതിലെല്ലാം ആൺകുട്ടി പരിപാടികൾ ഭാഗമാകുന്നതും ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികപരമായി തെറ്റാണോ? സ്കൂളുകളിൽ ഡാൻസുകൾ, അല്ലേ, ഡാൻസ് പരിപാടികളൊക്കെ നടത്താറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്നുകൊണ്ട് നടത്താറുണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ്. ഇങ്ങനെ അന്യ സ്ത്രീകളുമായി അത് പ്രായപൂർത്തിയാകുന്നിടം മുതൽ കർശനമാകുന്നു. പ്രായപൂർത്തിക്ക് മുമ്പുള്ളതുപോലെയല്ല പ്രായപൂർത്തിക്ക് ശേഷം. അപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് അവരോടൊപ്പം അന്യരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഡാൻസ് പോലുള്ളവർ കൂടിക്കലരുന്നത് ഇസ്ലാമിൻ്റെ നിലപാട് പ്രകാരം ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ല. അന്യ പെണ്ണിനെ ഒരു നിലക്കും ടച്ചാകുന്ന രീതി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അന്യ പെണ്ണിന് കൈവരെ കൊടുക്കാറ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ള കൈ കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ റസൂലുള്ള ഈ ഉമ്മത്തിന് മാതൃകയാക്കുകയാണ്, മാതൃക കാണിച്ചു തരികയാണ്. ഞാൻ അന്യ സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയില്ല. കൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒരു നിലക്കും ടച്ചാകാൻ പാടില്ല. ഡാൻസിലും അതുപോലത്തെ കളിയിലും കൂടിക്കലരുകൾ വരുമ്പോൾ എന്തായാലും ടച്ചിങ് വരും. അത്തരം കളികളിൽ നിന്ന്, അത്തരം തമാശകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇസ. ഒരു പെൺകുട്ടി ആൺകുട്ടിൻ്റെ വസ്ത്രം ധരിച്ച്
പക്ഷേ ഓളെ ഇസ്ലാമിൽ പറഞ്ഞ ഔറത്ത് മൊത്തം മറന്നിട്ടുണ്ട്. അതിന് തെറ്റുണ്ടോ? ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വസ്ത്രം ധരിച്ച് ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ ഔറത്തുകളും മറച്ചിട്ടുണ്ട്, അല്ലേ? ശരി, അതിനൊരു വിരോധമല്ല. കുട്ടി ചോദിക്കുന്നത് പാൻറ് അതുപോലുള്ള ആൺകുട്ടികൾ ധരിക്കുന്ന ഷർട്ടുകൾ പെൺകുട്ടി ധരിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ലൂസായ വസ്ത്രം കൊണ്ട് ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ തിരിച്ചറിയാത്ത രീതിയിലുള്ള ലൂസ് അതിന് വേണം. ആ ഷർട്ടിന് ആ പാൻറ്റിന് നിയലിപ്പുണ്ടാകാൻ പാടില്ല. ശരീരത്തിൻ്റെ നമ്മുടെ അവയവങ്ങളെ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലുള്ള ഇടുങ്ങിയ വസ്ത്രമാകാൻ പാടില്ല. പാൻറ് ധരിക്കുന്നത് കൊണ്ടോ ആൺകുട്ടികൾ ധരിക്കുന്നത് പോലെ കുപ്പായം ധരിക്കുന്നത് കൊണ്ടോ വിരോധമില്ല. പക്ഷേ വസ്ത്രം വളരെ ലൂസായിരിക്കണം. ശരീരത്തിൻ്റെ ആകാരഭാവങ്ങൾ പുറത്ത് കാണാത്ത രീതിയിലായിരിക്കണം. നിയലിപ്പുള്ള നേരിയ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ആകാനും പാടില്ല. ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെയും ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്ന അതേ വസ്ത്രം അതേപോലെ ഉപയോഗിക്കുന്നത് അഭിലഷണീയമല്ല. അതുപോലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അതേ വസ്ത്രം പുരുഷന്മാർ ഉപയോഗിക്കുന്നത് അഭിലഷണീയമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ പെണ്ണുങ്ങൾ പാൻറ് ഇടുകയാണ്, പെണ്ണുങ്ങളെ പാൻറ് ആണെങ്കിലും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ടാണെങ്കിലും അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസങ്ങളോട് കൂടെ പുറകുനിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ വശത്തുനിന്ന് നോക്കിയാൽ പെട്ടെന്ന് ഒരാൾക്ക് അത് ആണാണോ അത് പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. അത് പൂർണ്ണമായ ഹിജാബോട് കൂടെ ധരിക്കണം. ധരിക്കുന്നത് ഏറ്റവും നല്ലത് പൂർണ്ണമായി അയഞ്ഞ അബായ എന്നതെല്ലാം പറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. മറ്റുള്ളവരെ നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് സന്തോഷപ്പെടുത്താനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പരമാവധി നമ്മൾ ശരീരത്തെ മറക്കുകയും അത്തരം കണ്ണുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ ഒരു സാദൃശ്യം വരുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് പേടിക്കണം. കാരണം ശാപം എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം പാൻറ് പെണ്ണിന് ധരിക്കാനേ പാടില്ല, ഷർട്ട് പെണ്ണിന് ധരിക്കാനേ പാടില്ല എന്നല്ല. പുരുഷന്മാർ ധരിക്കുന്നത് പോലെ അതേപോലത്തെ വസ്ത്രങ്ങൾ ധരിക്കരുത്. ആ ഒരു വേർതിരിവ് ശരിക്കും മനസ്സിലാക്കണം. ഒരു ചോദ്യം എഴുതി കിട്ടിയിട്ടുണ്ട്, ചോദിച്ചോട്ടെ. ഗേൾസും ബോയ്സും തമ്മിലുള്ള കമ്പാരിസൺ ഇസ്ലാമിൽ പറഞ്ഞതാണോ? അതായത് ബോയ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഗേൾസിൻ്റെ പ്രയോറിറ്റി കുറക്കുന്നത് ശരിയാണോ എന്നാ ചോദ്യം. ഇസ്ലാമിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. പുരുഷന് ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, സ്ത്രീക്ക് ചില ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട്. അത് തമ്മിലുള്ള പാരസ്പര്യമാണ്, അതിലൂടെയാണ് ഇത് രണ്ടും മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ കാരണം പുരുഷന് കൊടുത്ത ചില മേഖലകൾ നമുക്കങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പുരുഷന് കൊടുത്ത മേഖലകളെ നമ്മൾ സ്ത്രീകളോട് വന്നിട്ട് കണ്ടില്ലേ അവൻ്റെ മേഖലകളൊക്കെ എത്ര സുന്ദരം, അവന് പിന്നെ യാത്ര ചെയ്യുന്നു, പിന്നെ ബിസിനസ് ചെയ്യുന്നു, ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നു എന്ന രൂപത്തിൽ പുരുഷൻ്റെ മേഖലകളെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുകയും സ്ത്രീ ഇടപെടുന്ന മേഖലകൾ കണ്ടില്ലേ, അടുക്കള എത്ര മോശം, അവിടുത്തെ പണി ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ എടുക്കുക, കുട്ടികളെ നോക്കുക, പ്രസവിക്കുക, ഇതൊക്കെ ഒരു പെണ്ണിന് എത്രത്തോളം മോശമാണ് എന്ന് പറഞ്ഞ് പെണ്ണിൻ്റെ മേഖലകളെ വല്ലാതെ തളർത്തുകയും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിനിങ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുകയാണ് സ്ത്രീയോട് ചെയ്യാൻ പറഞ്ഞതെല്ലാം വളരെ മോശമാണ്, പുരുഷന് ചെയ്യാൻ പറഞ്ഞതെല്ലാം വളരെ ബെസ്റ്റായിട്ടുള്ള സംഗതി, അതുകൊണ്ട് പുരുഷനൊരു ഓവർ പ്രിയോറിറ്റി എന്നുള്ള നമുക്ക് തോന്നുകയാണ്. രണ്ട് പേർക്കും അവരുടേതായ പ്രകൃതിക്കനുസരിച്ചുള്ള ഡ്യൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, പിന്നെ നമ്മളൊരു ന്യൂറോ സയൻസിൻ്റെ ബേസിൽ നോക്കിയാൽ പുരുഷന് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക്
യാത്ര ചെയ്യാൻ, അതേപോലെ തന്നെ ഒരു 3D വ്യൂവിൽ ലോകത്തെ കാണാൻ, ഇതിനെല്ലാം സ്പേഷ്യൽ ഇൻ്റലിജൻസ് വേണം. ആ സ്പേഷ്യൽ ഇൻ്റലിജൻസ് പെണ്ണിനേക്കാൾ വളരെ കൂടുതലാണ് ആണിനുള്ളത്. അതുകൊണ്ടാണ് ആണിന് കൂടുതലായിട്ട് യാത്ര ചെയ്യാനും മറ്റുമെല്ലാം ഈസി ആയിട്ട് സാധിക്കുന്നത്. വളരെ ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ സ്കൂട്ടർ ഓടിക്കുമ്പോൾ പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കുന്നത് നോക്കിയാൽ അവർ ആ ബാലൻസിന് വേണ്ടിയിട്ട് കാല് രണ്ടും കുറച്ച് നേരം പുറത്തേക്ക് വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കൂടുതലും സ്ത്രീകൾ സ്കൂട്ടർ ഓടിക്കുമ്പോൾ അങ്ങനെയാണ്. സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാലും കുറച്ച് നേരം കാലൊന്ന് വിടർത്തി വെക്കും, സ്കൂട്ടർ നിർത്താൻ നേരത്തും കാലൊന്ന് വിടർത്തി വെക്കും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കുറവായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ആണിനെ അനുകരിക്കാം, ബൈ പ്രാക്ടീസ് നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറവ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടൊരു സാധനമാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ആണ് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യും, പെണ്ണിന് റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം, ഒബ്സർവ് ചെയ്താലും മനസ്സിലാവും. ഇനി കുറേ പെൺകുട്ടികൾ ഒരുമിച്ച് റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും ഒരുമിച്ച് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടൊരു ഓട്ട. നിങ്ങൾ കുറേ ആണുങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം നോക്ക്, അവരങ്ങനെ ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആണിന് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. ഇപ്പം എന്തിനാണ് ആണിന് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൊടുത്തത്? കാരണം ആണിന് യാത്ര ചെയ്യണം, ആണിന് പിന്നെ വീട്ടിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ അത് ഒരുപാട് യാത്ര ചെയ്ത് അധ്വാനിച്ച് കൊണ്ടുവരേണ്ട സംഗതിയാണ്. അവന് കൊടുത്തത് സാമ്പത്തിക ഉത്തരവാദിത്തമായതുകൊണ്ടാണ് അവന് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൊടുത്തത്. പെണ്ണിനെ നിങ്ങൾ നോക്കുക, പെണ്ണിൻ്റെ ശരീരത്തിൽ നിങ്ങൾക്ക് പെണ്ണിൻ്റെ മുഴുവൻ സ്കിന്നിലും ഒരു ഫാറ്റി ലെയർ അഡീഷണലായിട്ടുണ്ട്. ഒരു ഫാറ്റി ലെയർ, ഈ ഫാറ്റി ലെയർ അഡീഷണലായിട്ട് വെക്കുകയും പല സ്ഥലത്തും ഫാറ്റ് ഡെപ്പോസിറ്റ് അഡീഷണലായിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് പെണ്ണിന് കൂടുതൽ ഈ ഫാറ്റി ലെയർ കൊടുത്തിട്ടുള്ളത്? കാരണം അവളുടെ പ്രൈമറി ഡ്യൂട്ടി നർച്ചറിങ് ആണ്. അവൾ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു വാം ഫീൽ കിട്ടണം. അതിനാണ് അവൾക്കൊരു ഫാറ്റി ലെയർ അഡീഷണൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അവളുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടിയതുകൊണ്ടാണ് പെണ്ണിനെ നേരത്തെ പറഞ്ഞ നിമ്നോന്നതി കോണ്ടൂർ എന്ന് പറയും. അവളുടെ ശരീരത്തിന് ഈ കെർവുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് പല സ്ഥലത്തും കൂടുന്നതുകൊണ്ടാണ്. അത് അവളുടെ പ്രസവത്തിന് വേണ്ടിയിട്ടും കുഞ്ഞിൻ്റെ നർച്ചറിങ്ങിന് വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കണം. ഇതൊരു പെണ്ണിൻ്റെ ഈ ബട്ടക്സിൽ ബാക്ക് സൈഡിൽ എത്രയും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയായ സമയത്ത് പോലും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനൊരു സ്പോഞ്ചി ഫീൽ കിട്ടാനാണെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ നിലക്കും പെണ്ണിൻ്റെതായ സാധനങ്ങളുണ്ട്. ആണിനൊരിക്കലും അങ്ങനെ ഒരു എക്സ്ട്രാ ഫാറ്റി ലെയറോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. ആണിൻ്റെ സ്കിന്നിന് കൂടുതൽ പരിക്കനാണ്. ഇങ്ങനെ എല്ലാ മേഖലയിൽ നിങ്ങളുടെ ശരീരത്തിലെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിൽ വളരെ സൂക്ഷ്മാംശമായി നമ്മൾ പരിശോധിച്ചാലും വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് പരിശോധിച്ചാലും അതിലുള്ള വ്യത്യാസങ്ങൾ കാണാം. അതെല്ലാം ആണിന് അവൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനുള്ളതാണ്, പെണ്ണിന് അവളുടെ നർച്ചറിങ് എന്നുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ ആണെന്തോ കുറേ ഉയരത്തിലാണ്, പെണ്ണ് വളരെ ഡൗൺ ആണ് നമുക്ക് തോന്നും. കാരണം നമ്മളോട് നിരന്തരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രസവിക്കരുത്, നിങ്ങൾ കല്യാണം കഴിക്കരുത്, നിങ്ങൾ ഒരിക്കലും ജന്മത്തിൽ അടുക്കളയിൽ കയറരുത്, ഒരു പണി എടുക്കരുത്. കാരണം എന്തിനാ നിങ്ങൾ പണിയെടുക്കണേ? നിങ്ങൾക്ക് ഓഫീസിൽ പോയിക്കൂടെ, ജോലി ചെയ്തൂടെ, എങ്ങനെ പറയും? ഇതൊന്നും തെറ്റാന്നല്ല. പക്ഷേ നമ്മളെ വ്യത്യാസം മനസ്സിലാക്കുക, ആ നമ്മൾക്ക് കിട്ടിയ ഡ്യൂട്ടി മനസ്സിലാക്കുക. പുരുഷനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്. എന്നിട്ട് സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഭരണാധികാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ ബ്രെഡ് വിന്നറാണ്, ഒരാൾ ഹോം മേക്കറാണ്. ഇതാണ് പ്രൈമറി ഡ്യൂട്ടി. ഈ കോമ്പിനേഷൻ ശരിയാകുമ്പോഴാണ് വീട് എന്നുള്ള കുടുംബം എന്നുള്ള സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. സ്ത്രീ എത്ര ജോലി ചെയ്താലും പ്രശ്നമല്ല, അവൾ സമ്പാദിക്കുന്നതെല്ലാം അവൾക്ക് വേണ്ടി മാത്രമുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തെഹരീമിലെ അവസാനത്തെ 2 ആയത്തുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും പിന്നെ സത്യവിശ്വാസികൾക്ക്, പുരുഷനും സ്ത്രീകളുമായ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഉദാഹരണമായി കാണിച്ചിട്ടുള്ളത് 2 സ്ത്രീകളെയാണ്. അതിൽ ഒന്ന്
പിന്നെ ഈസാ നബിയുടെ മാതാവായ മറിയമാണ്. ആ മറിയം ബിൻത്ത് പിന്നെ ഇമ്രാൻ, മറിയം ബീവി മറിയം ബീവിയാണ് മുഴുവൻ സ്ത്രീകൾക്കും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു സ്ത്രീ. രണ്ടാമത്തെ സ്ത്രീ ഫിറൗന്റെ ഭാര്യയായി അറിയപ്പെടുന്ന ആസിയ ബീവിയാണ്. ഇവരെ രണ്ടു പേരെയുമാണ് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ത്രീയെ അത്രമേൽ ജനങ്ങൾക്ക് മുഴുവൻ മാതൃകയായ രണ്ട് സ്ത്രീരത്നങ്ങളെ ആണ് ഖുർആൻ എന്ത് ചെയ്യുന്നത് പിന്നെ മാനവ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് സ്ഥാനം കുറവല്ല, കൂടുക ചെയ്തത്. സ്വർഗം ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ്. ഹദീസ് നിങ്ങൾ നോക്ക്, കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മയോടാണ്. 3 തവണ അത് നബി ആവർത്തിച്ചു. 4ാമതാണ് പിതാവിനോട്. ഉമ്മയുടെ സ്ഥാനം വലിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ധരിച്ചു പോകരുത്. പിന്നെ പഠിക്കണ്ടെന്ന് പറയുന്നില്ല. പഠിക്കൽ ആവശ്യമാണ്, പക്ഷേ പ്രസവിക്കലും കൂടി ആവശ്യമാണ്. പഠനത്തോടൊപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ ഡോക്ടറേറ്റൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കുക? അപ്പം കുടുംബജീവിതവും പഠനവും ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ഭാഗത്ത് പഠിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഗർഭം ധരിക്കുന്നു. ഒരു ഭാഗത്ത് പഠിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പ്രസവിക്കുന്നു. ഒരു ഭാഗത്ത് പഠിക്കുന്നു, മറ്റൊരു ഭാഗത്ത് കുഞ്ഞിന് മുലയൂട്ടുന്നു. അങ്ങനെ തസവ്വജുൽ വദൂദുൽ വലൂദ്, അധികം സ്നേഹിക്കുന്ന, ഏറെ കുട്ടികളെ പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ നബി കൽപ്പിച്ചത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ്. മുടി വളർത്താൻ പറ്റുമോ? മുടി വളർത്താൻ പറ്റും. മുടി വളർത്താൻ ഒരു വിരോധമല്ല. പക്ഷെ അതൊരു കോലത്തിലും മട്ടത്തിലും ഒക്കെ ആവണം. 4 ഭാഗവും സേവ് ചെയ്ത് വരണ്ടി കളഞ്ഞ് മുകളിലേക്ക് ഒരു കുടുമ ബാക്കിയാക്കുന്ന രീതിയിലാവാൻ പാടില്ല. മൻകാന ലഹു ശഅ്റുൻ ഫൽയുക്രിം. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അത് ചീർന്ന് ചേകി വാർന്ന് ഒതുക്കി നല്ല നിലയിൽ കൊണ്ടു നടക്കട്ടെ എന്നാണ്. കളയുകയാണെങ്കിൽ മൊത്തം കളയുക, വെട്ടുകയാണെങ്കിൽ മൊത്തം വെട്ടുക. അതല്ലാത്ത രീതിയിൽ കുറേ സ്ഥലം നീട്ടി വളർത്തി കുറേ സ്ഥലം വെട്ടി ആ രീതി പാടില്ല. മുടി വളർത്തുന്നതിന് ഇസ്ലാമിൽ ഒരു വിരോധവുമില്ല. അസ്സലാമു അലൈക്കും. പിന്നെ ഈ ഒരു സെഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക് തന്ന് നിങ്ങൾക്ക് ചായയും വെള്ളം തന്ന് നമ്മൾ 4 ദിവസം നടത്തിയാലും ഇത് ഈ ഒരു ഫോമിൽ തന്നെ മിക്കവാറും പോകും. അതുകൊണ്ട് നമുക്ക് സമയത്തിന് പരിമിതി ഉണ്ട്. ഇനി ഒരുപാട് സെഷൻസ് നടത്താറുണ്ട്. മാഷാ അല്ലാ, നല്ല ഫ്രൂട്ട്ഫുള്ളായ ഒരുപാട് ചോദ്യങ്ങൾ വന്നു, നല്ല ഡിസ്കഷൻ നടത്തി. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിക്കണം. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങൾ MSMൻ്റെ ഭാരവാഹികളെ അറിയിക്കാം. അതിന് നിങ്ങൾക്ക് മറുപടികൾ എത്തിക്കാൻ പറ്റിയ പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ നാട്ടിലും MSMൻ്റെ കീഴിലുമെല്ലാം ഉണ്ട്. അവരെല്ലാം ഉൾപ്പെടുത്തിയുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാ ഇനി അടുത്ത പ്രോഗ്രാമുകളിൽ വിപുലമായിട്ട് നടത്താം. നമ്മൾ ഈ പ്രോഗ്രാമിനെ ഔപചാരികമായി അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.